സർവത്ര ശിവ ഇന്ത്യ ജയ് ഹിന്ദ്. അപ്പൊ നിങ്ങളിപ്പോ കണ്ടത് നമ്മുടെ വിനായകൻ ഹൈദരാബാദ് പോലീസിന്റെ അടുത്ത് വെച്ചിട്ട് ഇപ്പം അറസ്റ്റിലാണ്. ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിലാണെന്ന് പറയാം. എന്താണ് സംഭവം എന്ന് വെച്ചാല്, വിനായകൻ ഇപ്പൊ സ്ഥിരമായിട്ട് താമസിക്കുന്നത് ഗോവയിലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നാട്ടിലേക്ക് വരാറുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വിനായകനുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനു മുൻപും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പോലീസുകാർ പിടിക്കുന്നതും ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതും ഒക്കെ. അപ്പൊ അതുപോലൊരു സംഭവമാണിത്. ഇത് കൊച്ചിയിൽ വന്നിട്ട് പോകുന്ന സമയത്ത്, ഗോവയിൽ നിന്ന് കൊച്ചിയിൽ എന്തോ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നിട്ട് പോകുന്ന സമയത്ത് CISF ഉദ്യോഗസ്ഥരുമായിട്ട് എന്തോ ഒരു വാക്ക് തർക്കവും കാര്യങ്ങളും ഉണ്ടാവുകയും അത് കഴിഞ്ഞ് അവർ മർദ്ദിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ എന്താ വിനായകൻ ഇതിന്റെ കൂടെ കുറെ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. കുറച്ചു കാലമായി ഗോവയിലാണ് താമസിക്കുന്നത്. കേരളത്തിൽ നിന്ന് വിട്ട് ഗോവയിൽ ഇപ്പോ താമസം തുടങ്ങിയിരിക്കുകയാണ്. അതിനിടെ ഇന്ന് കൊച്ചിയിൽ എന്തോ സ്വകാര്യ ആവശ്യത്തിന് വന്ന് ഗോവയിലേക്ക് മടങ്ങും വഴിയാണ് ഹൈദരാബാദ് വഴിയുള്ള കണക്ടിംഗ് ഫ്ലൈറ്റിൽ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ CISFുകാരുമായിട്ട് വാക്കുതർക്കവും ഉണ്ടായെന്നും CISFുകാർ വിനായകനെ കയ്യേറ്റം ചെയ്തുവെന്നുമാണ് ഇപ്പോൾ അറിയുന്നത്. തുടർന്ന് CISF തന്നെ വിനായകനെ പിടിച്ച് അവിടെ ഹൈദരാബാദ് പോലീസിനെ ഏൽപ്പിക്കുകയാണെന്നു. അപ്പോ വിനായകൻ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, തന്നെ എന്തിനാണ് പിടിച്ചു കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല, എന്തിനാണ് അവിടെ CCTV ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ നോക്കിയാലും മനസ്സിലാവും എന്തിനാണ് കൊണ്ടുവന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതിന് വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ വിനായകൻ അവിടെ കിടന്ന് ബഹളുണ്ടാക്കുകയും മച്ചുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെയാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ബാക്കി കൂടി കേൾക്കാം. ഇപ്പോൾ വിനായകൻ ഉള്ളത് ഹൈദരാബാദ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഈ വിമാനത്താവളത്തിന്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലാണ് വിനായകൻ ഉള്ളത്. വിനായകനെ ആ സമയത്ത് വിളിച്ചപ്പോൾ മനസ്സിലാവുന്നത്, വിനായകൻ പറയുന്നത് താൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല, എന്തിനാണ് തന്നെ കസ്റ്റഡിയിൽ എടുത്തതെന്ന് മനസ്സിലാവുന്നില്ല. വിമാനത്താവളത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഈ കാര്യം വ്യക്തമാവുമെന്നാണ് വിനായകൻ പറയുന്നത്. എന്താണ് വാക്കുതർക്കത്തിലേക്ക് കാരണമായത്, എന്താണ് കയ്യേറ്റത്തിലേക്കുള്ള കാരണമായത് എന്നൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോ ഇതിനു മുൻപും ഇതുപോലെ തന്നെ കൊച്ചിയിൽ വെച്ചിട്ട് പോലീസുകാരുമായിട്ട് അടിപിടി കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇതേപോലെ വാക്കുതർക്കവും കാര്യങ്ങളുമായിട്ട് ഇതേപോലെ വാർത്തകളിൽ ഇടം നേടിയതായിരുന്നു വിനായകൻ. നമുക്കറിയാം, സ്ഥിരം ഇങ്ങനെ ഉണ്ടാകുന്നതാണ് വിനായകന്റെ കാര്യത്തില്. ഇത് വീണ്ടും അതായത് കുറെ നാളുകൾക്ക് കൂടിയിട്ട് നാട്ടിൽ വന്നിട്ട് പോകുന്ന സമയത്ത് വീണ്ടും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി. എന്താണ് ശരിക്കും വിനായകന്റെ പ്രശ്നം എന്ന് അറിയില്ല. കാരണം ഇടക്കിടക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് ഞാൻ ഹൈദരാബാദ് വെച്ചിട്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കണ വിനായകന്റെ കുറച്ച് വീഡിയോസും കൂടി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റിയിട്ട് തോന്നിയത് എന്തായാലും താഴെ കമന്റ് ചെയ്യുക. കാരണം വിനായകനെ കുറിച്ചിട്ട് നമുക്കറിയാം, വിനായകൻ നല്ലൊരു നടനാണ്. എനിക്ക് നമ്മുടെ ആ ഒരു രജനീകാന്തിന്റെ ഒക്കെ കൂടെയുള്ള ആ ഒരു സിനിമയിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത ഒരാൾ തന്നെയാണ്. അത്രയും നല്ലൊരു നടനാണ്. സിനിമ അഭിനയിക്കുവാണെങ്കിൽ വിനായകനെ കുറിച്ച് നമുക്ക് അങ്ങനെ ആ രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല രീതിയിലാണ് ആളുടെ കാര്യങ്ങൾ. പക്ഷെ ഈ ഒരു ആസ്പെക്ട് കൂടി നോക്കുന്ന സമയത്ത് ആളുടെ കയ്യിൽ എപ്പോഴും എന്താ പറയാ വാക്ക് തർക്കം കാര്യങ്ങൾ ഇപ്പൊ ഈ അടുത്തായിട്ട് ഒരുപാട് ഇങ്ങനെ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ എന്താണ് ആളിനി മദ്യപിച്ചിട്ടാണെന്ന് തോന്നുന്നു. ആൾക്ക് മദ്യപാനവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ രീതിയിലായിരിക്കാം. പൂർണ്ണമായിട്ടും എന്താണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും എന്തായാലും കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെയുള്ള വീഡിയോസും കാര്യങ്ങളും കാണുന്ന സമയത്ത് എന്തായാലും അവിടെ വെറുതെ CISFുകാർ പോയിട്ട് വെറുതെ അവരുടെ അടുത്ത് വാക്കുതർക്കും കാര്യങ്ങളും ഉണ്ടായി അടിയാക്കാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടാവും നമ്മുടെ വിനായകന്റെ ഭാഗത്തും. അപ്പൊ നമുക്ക് കണ്ടറിയാം ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നത്. കാരണം വിനായകൻ ഇത് ആദ്യമായിട്ടല്ലല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം.